ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം ബോണ്ട, ചില സ്ഥലങ്ങളിൽ ഉണ്ടംപൊരി എന്ന് പറയും, അതെങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 2 നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പഴം അരച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. ഇത്രയും വലിപ്പത്തിലുള്ള ഒരു റോബസ്റ്റ് പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ, അതായത് പാളയംകുടം പഴം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് എന്തായാലും അത് തന്നെ എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാൻ റോബസ്റ്റ് എടുക്കുന്നത്. ചെറുപഴമായിരിക്കും ബോണ്ടയ്ക്ക് ഒന്നും കൂടി നല്ലൊരു മണവും നല്ല ടേസ്റ്റും തരുന്നത്. അപ്പോൾ ചെറുപഴം എടുക്കുകയാണെങ്കിൽ 2 ചെറുപഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ അതും കൂടി നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 2 ഏലക്കായയുടെ ഉള്ളിലത്തെ കുരു മാത്രം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് ഇതെല്ലാം നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അതിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ബോണ്ടയുടെ ഉള്ളിൽ നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട, വെള്ള കളറിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസുള്ള 3 അച്ച്, അതായത് 3 കട്ട ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണിത്. അപ്പോൾ ഈ ശർക്കര പാനി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ശർക്കര പാനി ചേർത്താൽ മതിയാവും, കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി പോകരുത്. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ശർക്കര പാനി മുഴുവൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതേപോലെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വീഴുന്ന ഒരു പരുവത്തിലായിരിക്കണം മാവ് വേണ്ടത്. ഇനി നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് വരിക. നല്ല മാവ് തന്നെ നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോഴും അതും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് നല്ല കട്ടി പോലെ മാവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇനി നമുക്കിത് ബോണ്ടയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ നന്നായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുഴിയുള്ളൊരു പാത്രം എടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നല്ല ബോണ്ട നന്നായി മുങ്ങി കിടക്കണം, അപ്പോഴാണ് നല്ല ഷേപ്പായിട്ട് ബോണ്ട കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ കൈ സാധാ ഒരു പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവ് കുറച്ച് കയ്യിലെടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉൾഭാഗത്ത് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ഇതിൽ സോഡ പൊടി ചേർത്തിട്ടുള്ള കാരണം നമ്മൾ ഓയിലിട്ട് വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് വീർത്ത് വരും. അപ്പോൾ നമുക്കിതുപോലെ ഓയിലിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ബോണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉൾഭാഗമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക, ഒരു 5-6 സെക്കൻഡ് മാത്രം. അതിനുശേഷം നമുക്ക് ഓയിലിൽ നിന്ന് ഇതെടുക്കുക. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഓയിലിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുടിക്കാതെ തന്നെ നമുക്ക് ഇതെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോണ്ടയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള 8 ബോണ്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.